അപ്പോൾ ഓർഗാനോമെറ്റാലിക്സിൽ മെറ്റൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണിത്, 4ാമത്തെ മൊഡ്യൂൾ. അപ്പോൾ മെറ്റൽ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെറ്റൽ ഉണ്ടായിരിക്കും ആ കോമ്പൗണ്ടിൽ. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ കൂട്ടം. അപ്പോൾ എന്തോ മെറ്റൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കോമ്പൗണ്ട്, അങ്ങനെ ഒരർത്ഥാണ് നമുക്ക് കിട്ടുക. അതിൽ മെറ്റൽ ഒന്നല്ല രണ്ടോ രണ്ടിൽ കൂടുതലോ, ഒറ്റ മെറ്റലുള്ളതല്ലാതെ രണ്ടോ രണ്ടിൽ കൂടുതലോ മെറ്റലുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കണം. അതിൽ ഡയറക്റ്റായിട്ട് മെറ്റലും മെറ്റലും തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് എന്താ പറയുക? മെറ്റൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയാം. മെറ്റൽ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ മെറ്റൽ ഉണ്ടായിരിക്കണം. ആ മെറ്റലുകൾ തമ്മിൽ ഡയറക്റ്റായിട്ട് ഒരു ബോണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. 1, 2, 3 എത്രയായാലും കുഴപ്പമില്ല, ഒരു ബോണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് മെറ്റൽ ക്ലസ്റ്റർ എന്ന് പറയുക. ഈ മെറ്റൽ ക്ലസ്റ്റർ 2 ടൈപ്പ് ഉണ്ട്: കാർബണിലുള്ള ക്ലസ്റ്ററും കാർബണിൽ ഇല്ലാത്ത ക്ലസ്റ്ററും. കാർബണിൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കാർബണിലുള്ള ക്ലസ്റ്റർ ആയിരിക്കും. പിന്നെ കാർബണില്ലാത്ത നോൺ കാർബണിൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത് മെയിനായിട്ട് ഹാലൈഡ് ക്ലസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ കാർബണിൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട്സിൽ മെറ്റൽ ആറ്റം ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതായത് -1, 0, +1 പോലുള്ള ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും മെറ്റൽ ആറ്റംസ് കാർബണിൽ ക്ലസ്റ്റേഴ്സിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ കാർബണിൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും? ഈ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും, ബോണ്ടുകൾ ഫോം ചെയ്തിട്ട്. കാർബണിൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും? ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള മെറ്റൽസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ക്ലസ്റ്റർ ടോട്ടലി സ്റ്റേബിൾ ആയിരിക്കും. ഇനി മെയിനായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രാൻസിഷൻ സീരീസിലെ പകുതി തൊട്ട് ലാസ്റ്റ് ഭാഗത്തേക്കുള്ള മെറ്റൽസാണ് ഈ കാർബൺ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ അയൺ, കോബാൾട്ട്, നിക്കൽ, റുദീനിയം, റോഡിയം, പല്ലഡിയം അതുപോലെയുള്ള പകുതിയിനപ്പുറത്തേക്കുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സീരീസിലെ മെറ്റൽസാണ് സാധാരണ കാർബൺ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കുക. ഇനി അതേപോലെ ഹാലൈഡ് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ മെറ്റൽ ആറ്റംസ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. +2, +3 പോലുള്ള ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. ഏതെങ്കിലും ഹാലൈഡുകളായിരിക്കും ഉണ്ടാവുക, കാർബണിൽസ് ആയിരിക്കില്ല. ക്ലോറിനോ ഫ്ലൂറിനോ അങ്ങനെ ഏതെങ്കിലും ഹാലൈഡുകളായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിലെ മെറ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. നിയോബിയം, ടെൻഡാലം, മോളിബഡിനം, ടങ്സ്റ്റൺ, റീനിയം അതുപോലുള്ള മെറ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലും ഇതുപോലെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ മെറ്റൽസിൻ്റെ ഇടയിൽ ഉണ്ടാവാം. കൂടുതലായിട്ടും സിംഗിൾ ബോണ്ടിനേക്കാൾ കൂടുതൽ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം കാർബൺ ക്ലസ്റ്റേഴ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ കാർബൺ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കാർബണിൽ ആനയോൺസ് ഉണ്ടായിരിക്കും, ന്യൂട്രൽ കാർബണിൽസ് ഉണ്ടായിരിക്കും, ഹൈഡ്രിഡോ കാർബണിൽസ് ഉണ്ടായിരിക്കും. അത് നെഗറ്റീവ് കാർബണിൽ ആനയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള കാർബണിൽസ് ഉണ്ടായിരിക്കും, ചാർജ് ഇല്ലാത്ത കാർബണിൽസ് ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ഉള്ള കാർബണിൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ 3 ടൈപ്പാണ് ഉണ്ടാവുക. അത് 3 ഇൻക്ലൂഡഡ് ആണ്, ഏത് വേണമെങ്കിൽ ആവാം എന്ന് മാത്രം. ഏതായാലും നമ്മളതിനെ കാർബണിൽ ക്ലസ്റ്റർ എന്നാണ് വിളിക്കുക. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്: LNCCയും HNCCയും. LNCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ന്യൂക്ലിയാരിറ്റി കാർബണിൽ ക്ലസ്റ്റർ, HNCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണിൽ ക്ലസ്റ്റർ. അപ്പോൾ അതിലാദ്യം ലോ ന്യൂക്ലിയാരിറ്റി കാർബണിൽ ക്ലസ്റ്റർ നോക്കാം. LNCC എന്ന് പറയുമ്പോൾ സ്മോൾ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ആണ് ഉണ്ടാവുക. അതായത് അതിനുള്ളൊരു നമ്പർ ഉണ്ട്, എത്ര മെറ്റൽ ആറ്റം ഉണ്ടെന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ അത് 2, 3, 4 ആയിരിക്കും. 2, 3, 4 ആയിരിക്കും. സ്മോൾ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ആയിരിക്കും അതിലുണ്ടാവും. അപ്പോൾ നമ്മളത് രണ്ട് മെറ്റലാണ് പ്രസൻ്റ് ആയിട്ട്, അതായത് ഒരേ മെറ്റലും 2 തവണയാവാട്ടോ. അങ്ങനെയുള്ള കേസിൽ നമ്മളെന്ത് പറയും? ഡൈ ന്യൂക്ലിയർ എന്ന് പറയും. 3 മെറ്റൽ ആറ്റം ഉണ്ടെങ്കിൽ ട്രൈ ന്യൂക്ലിയർ എന്ന് പറയും. 4 എന്ന് പറയുമ്പോൾ ടെട്രാ ന്യൂക്ലിയർ എന്ന് പറയും. 2, 3, 4 അതിൽ കൂടാൻ പാടില്ല. അങ്ങനെ സ്മോൾ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ഉള്ള ക്ലസ്റ്റേഴ്സിനാണ് നമ്മൾ എന്താ പറയുക? ലോ ന്യൂക്ലിയാരിറ്റി കാർബണിൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ലോ ന്യൂക്ലിയാരിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ന്യൂക്ലിയാരിറ്റി പഠിക്കും. അപ്പോൾ അതിൽ രണ്ടിലും എത്ര മെറ്റൽ ബോണ്ടുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലോസ് ഉണ്ട്. നമ്മൾ ഹൈ ന്യൂക്ലിയാരിറ്റി കാർബൺ ക്ലസ്റ്റേഴ്സിൽ അതിൻ്റെ ലോൻ്റെ പേരാണ് നമ്മുടെ വെയ്റ്റ്സ് റൂൾ എന്ന് പറഞ്ഞത്. ലോ ന്യൂക്ലിയാരിറ്റിയിൽ വേറൊരു ടൈപ്പ് കാൽക്കുലേഷനാണ് ഉള്ളത്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലസ്റ്ററിൻ്റെ മെറ്റൽ ബോണ്ടുകൾ എത്ര ഉണ്ടെന്ന് നോക്കിയാലേ നമുക്ക് ആ ക്ലസ്റ്ററിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുള്ളൂ, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? എത്ര മെറ്റൽ ബോണ്ടുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 18 ഇലക്ട്രോൺ റൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഏകദേശം അതിൻ്റെ ഒരു ചായയുള്ള സംഭവമാണ്.
ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റൽ തന്നു, അല്ല ക്ലസ്റ്റർ തന്നു, മെറ്റൽ ക്ലസ്റ്റർ തന്നു, അതിൻ്റെ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതിയിട്ട് 5 മാർക്കാണെങ്കിൽ സ്റ്റെപ്പൊന്നും എഴുതണ്ട, ബി പാർട്ടോ സി പാർട്ടോ ആണെങ്കിൽ സ്റ്റെപ്പുകളൊക്കെ എഴുതിയിട്ട് ഇങ്ങനെയാണ് ജനറലി കണ്ടുപിടിക്കാൻ എഴുതിയതിന് ശേഷം ആ കോമ്പൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ട് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVE കണ്ടുപിടിക്കുക, അതായത് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സം ഓഫ് എന്തൊക്കെയായിരിക്കും? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദ മെറ്റൽ. ആ മെറ്റലിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഈച്ച് ലിഗാൻഡ്. ഓരോ ലിഗാൻഡും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൂട്ടണം, പ്ലസ് അതിൻ്റെ ചാർജ്. ഈ 3 എണ്ണത്തിൻ്റെ സമ്മാണ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, മെറ്റലുമേ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, ലിഗാൻഡ് എത്ര ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് ആ കോംപ്ലക്സിൻ്റെ ടോട്ടൽ ചാർജ്. ഇത്രയും സംഭവങ്ങളുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കിട്ടും. ഇനി ഇപ്പോൾ കിട്ടിയ ഈ TVE എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് N×18 എന്ന് പറയുന്ന ടേമിൽ നിന്ന് TVE കുറയ്ക്കണം. N×18 മൈനസ് TVE ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെറ്റൽസ്, എത്ര മെറ്റൽ ആറ്റം അതിലുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ഈ 80 എന്ന് പറയുന്നത് നമ്മുടെ 8 ഇലക്ട്രോൺ റൂളിൻ്റെ ബേസിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് 80 എന്ന് പറയുന്ന നമ്പർ അവിടെ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ TVE കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ N×18 നിന്ന് ആ TVE മൈനസ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. ഇപ്പോൾ കിട്ടിയ വാല്യൂവിനെ ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മെറ്റൽ ബോണ്ടുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ N×18 മൈനസ് TVE ബൈ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു 2 ഡിജിറ്റ് നമ്പറുകളായിരിക്കും നമുക്ക് കിട്ടുക. ഒന്നെങ്കിൽ 18 ആയിരിക്കാം, 17 ആയിരിക്കാം, 16 ആയിരിക്കാം, അങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് അസ്യൂം ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം TVE കണ്ടുപിടിച്ചു, N×18 നിന്ന് TVE കുറച്ചു, ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 18 ആണ് എന്ന് വിചാരിക്കുക. 18 ആണെങ്കിൽ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിൽ അതിൽ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് 0 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. 18 കിട്ടിയാൽ 0, 18 ആണ് നമ്മുടെ ബേസ്. അപ്പോൾ 18 കിട്ടിയാൽ 0. ഇനി അതല്ല 17 നമുക്ക് വാല്യൂ കിട്ടണമെന്ന് വിചാരിക്കുക. 18 പകരം 17 ആണെങ്കിൽ 1 കുറയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് 1 ആയിരിക്കും. ഇനി 16 കിട്ടണമെന്ന് വെച്ചെങ്കിലോ 2 ആയിരിക്കും. അങ്ങനെ. അപ്പോൾ ഈ 2 മെറ്റലിനും കൂടെ മൊത്തം 18 എത്ര ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ആ കിട്ടുന്ന വാല്യൂവിൻ്റെ അർത്ഥം. 18 കിട്ടിയാൽ 18 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് 2 മെറ്റലിനും കൂടെ. ഇനി അതിൽ ഒരു മെറ്റലിൻ്റെ ചോദിച്ചാലോ, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ മെറ്റൽ ചോദിച്ചാൽ TVE ബൈ N ആണ് ചെയ്യേണ്ടത്. അത് വേറൊരു ഇക്വേഷനാണ്. ഇപ്പോൾ 2 മെറ്റലുള്ളൊരു കോംപ്ലക്സ് എടുക്കുകയാണെങ്കിൽ 2 മെറ്റലിനും കൂടെ എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈ N×18 മൈനസ് TVE ബൈ 2 എന്ന് പറയുന്ന വാല്യൂ വെച്ച് ചെയ്യുക. അതിൽ TVE ബൈ N ആ ഒരു ഷോർട്ട് ഫോം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റലിലേക്ക് എത്ര ഇലക്ട്രോൺ വരുന്നുണ്ടെന്ന്, ഒരു മെറ്റലിലേക്ക് മാത്രമായിട്ട് എത്ര ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഓർത്തിരിക്കണം, എന്നിട്ട് നമ്മൾ അപ്ലിക്കേഷനിൽ ചെയ്യാണ്. സ്റ്റെപ്പുകൾ ഇത്രയൊക്കെ കുറച്ച് തോന്നുന്നുണ്ടെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്മൾ എടുത്തു. M2CO10 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്മളെടുത്തു. M എന്ന് പറയുന്നത് മാംഗനീസ് ആവാം, ടെക്നീഷ്യം ആവാം, റീനിയം ആവാം. അതായത് മാംഗനീസിൻ്റെ അടിയിൽ കിടക്കുന്ന ടെക്നീഷ്യം, റീനിയം. അപ്പോൾ ഏതാണെങ്കിലും വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ തൽക്കാലം മാംഗനീസ് ആണ് എടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ TVE കണ്ടുപിടിക്കണം, ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ TVE ഈക്വൽ ടു എന്ന് എഴുതി. ആദ്യം എന്താണ് ഇതിൽ വേണ്ടത്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദ മെറ്റൽ. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ ഇവിടെ എടുക്കുന്ന മെറ്റൽ മാംഗനീസ് ആണ്. ഏതെടുത്താലും കുഴപ്പമില്ല, ടെക്നീഷ്യം, റീനിയം താഴെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ മാംഗനീസ് എടുത്തു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുക? മാംഗനീസിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെന്താ ചെയ്യുക? അറ്റോമിക് നമ്പർ അറിയാം. മാംഗനീസ് നമ്മൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ
ഒരു സാധനം പഠിക്കണം. അപ്പോൾ അതിൽ മാംഗനീസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 25ാമത്തെ അറ്റോമിക് നമ്പറാണ് അതിന് കിട്ടുക. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? D5 ആണ് വരിക. D5 അപ്പോൾ തെറ്റാനുള്ള സാധ്യത നമ്മൾ D5 വാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 എന്ന് എഴുതും. പക്ഷെ അപ്പുറത്ത് എന്തും കൂടി ഉണ്ട്, ഈ 3D5 എടുക്കുമ്പോൾ അപ്പുറത്ത് 4s2 കൂടി ഇല്ലേ? അപ്പോൾ അതിൽ 5ഉം 2ഉം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 7 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഡിയിൽ ലാസ്റ്റ് കിടക്കുന്ന ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ ഇതിൽ 4s2 ആണ്. അപ്പോൾ ആ 4s2 എടുക്കണം. പെനൽറ്റിമേറ്റ് ഷെല്ലിൽ കിടക്കുന്നതാണ് നമ്മുടെ 3D വരുന്നത്. അപ്പോൾ ഈ 3D5 4s2 എന്നാണ് മാംഗനീസിൻ്റെ വാലൻസ് ഇലക്ട്രോൺ വരിക. അപ്പോൾ 3Dയിലത്തെയും കാൽക്കുലേറ്റ് ചെയ്യണം, കൂട്ടണം, 4sഉം കൂട്ടണം. രണ്ടും കൂടെ കൂട്ടിയിട്ട് 5 + 2 7 ആണ് അതിൻ്റെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കിട്ടുക. അപ്പോൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ അല്ല, വാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്നുള്ളത് കിട്ടുക. അങ്ങനെ എത്ര മാംഗനീസ് ആയിട്ടുണ്ട്? M2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നിൽ നിന്നും 7 കിട്ടും. അപ്പോൾ 2 × 7 എന്ന് കിട്ടി ആദ്യത്തെ ടേം. അപ്പോൾ TVE കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദ മെറ്റൽ ആണ്. അപ്പോൾ അതിൽ മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ 25 ആണ്. ലാസ്റ്റ് വരുന്ന വാലൻസ് ഷെല്ല് 3D5 4s2 ആണ്. അതുകൊണ്ട് 5 + 2 7 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ M2 എന്നാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 2 മെറ്റൽ ആറ്റം ഉള്ളതുകൊണ്ട് 2 × 7 ആദ്യത്തെ ടേം കിട്ടി. പ്ലസ് ഇനി എന്ത് ചെയ്യണം? അടുത്ത ടേം എന്തായാലും പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഈച്ച് ലിഗാൻഡ്. അപ്പോൾ ഇതിൽ മെറ്റൽ കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മുടെ ലിഗാൻഡാണ്. കാർബണിലാണ് നമ്മുടെ ലിഗാൻഡ്, CO ലിഗാൻഡ്. അത് 10 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും 8 ഇലക്ട്രോൺ റൂൾ പഠിക്കുന്ന സമയത്ത് കാർബണിലിൻ്റെ കോൺട്രിബ്യൂഷൻ 2 ആണ്. അപ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ കാർബണിൽ ക്ലസ്റ്റർ പഠിക്കുന്നത് കൊണ്ട് എന്താ പറയുക, ലിഗാൻഡ് എപ്പോഴും കാർബണിൽ തന്നെയായിരിക്കും. അപ്പോൾ കാർബണിലിൻ്റെ കോൺട്രിബ്യൂഷൻ 2 ആണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹാലൈഡ് ക്ലസ്റ്റർ വരുമ്പോൾ മാത്രമാണ് അതിൻ്റേതായ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അത് മാറുള്ളൂ. കാർബണിൽ ക്ലസ്റ്ററിൻ്റെ ഒരു കോമ്പൗണ്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഗുണം? കാർബണിൽ എപ്പോഴും 2 ആണെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ 2 × ഇതിൽ എത്ര കാർബണിലുണ്ട്? 10 ഉണ്ട്. അപ്പോൾ 2 × 10 കിട്ടി. ഇനി എന്തുട്ടാണ് വേണ്ടത്? ഇനി വേണ്ടത് നമ്മുടെ ചാർജാണ്. അപ്പോൾ ഈ കോംപ്ലക്സിൽ പ്രത്യേകിച്ച് ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് +0 എന്ന് എഴുതാം. അപ്പോൾ TVEയുടെ വാല്യൂ എത്ര കിട്ടി? 2 × 7 + 2 × 10 + 0. അപ്പോൾ എന്ത് കിട്ടി? 14 + 20 34 കിട്ടി. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. TVE കാൽക്കുലേറ്റ് ചെയ്തു, വാലൻസ് ഇലക്ട്രോൺ നോക്കി, ലിഗാൻഡിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കി കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? n × 18 നിന്ന് ഈ വാല്യൂ നമ്മൾ കുറയ്ക്കണം. n × 18 നിന്ന് TVE വാല്യൂ നമ്മൾ കുറയ്ക്കണം. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്പർ ഓഫ് മെറ്റൽ ആറ്റം എന്താണ്? 2 ആണ്. നേരത്തെ പറഞ്ഞല്ലോ, M2 എന്നാണല്ലോ എഴുതിയേക്കുന്നത്. അപ്പോൾ 2 മെറ്റൽ ആറ്റമാണ് ഇതിലുള്ളത്. അപ്പോൾ n × 18 എന്ന് പറയുമ്പോൾ 2 × 18 - TVE എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 34 ആണെന്ന് കിട്ടി. അപ്പോൾ 2 × 18 36 - 34 എന്ത് കിട്ടി? 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ചെയ്യേണ്ടത് n × 18, മൂന്നാമത്തെ സ്റ്റെപ്പ് n × 18 - TVE/2. ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/2 = 1 കിട്ടി. അതായത് നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് അവിടെ 1 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അതല്ല, നമുക്ക് ഒരു ഫോർമുലയും കൂടെ അറിയാം. TVE/n ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? TVE ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടി. 34/n എത്രയാണ്? 2 ആണ്. അപ്പോൾ 34/2 17 കിട്ടി. 17 എന്ന് പറയുന്നതാണ് ഒരു മെറ്റലിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ 17 ആണ് ഒരു സ്ഥലത്ത്, 2 മെറ്റലിനും കൂടെ അപ്പോൾ 34 പേരുണ്ടാവും. അപ്പോൾ 17 ആണ് പെർ ആറ്റം നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. 17 കിട്ടുമ്പോൾ എന്താണ് പ്രത്യേകത? 17 എന്ന് പറയുമ്പോൾ നമ്മൾ 18 ആണെങ്കിലാണ് 0, 17 ആണെങ്കിലാണ് 1. അപ്പോൾ അങ്ങനെ നോക്കിയാലും നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് 1 ആണ്. 1 മെറ്റൽ ബോണ്ട് പെർ മെറ്റലാണ് അതിന് കിട്ടുക. അതാണ് ഒരു കാൽക്കുലേഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി ഇതിൽ കുറച്ചധികം എക്സാമ്പിൾസ് ഉണ്ട്, അത് ചെയ്ത് നോക്കണം. പിന്നെ അതിൽ പറയാനുള്ളത്, ചില സ്ഥലത്ത് നമ്മൾ ഈ TVE അതുപോലെ n × 18 അങ്ങനത്തെ സാധനങ്ങൾ കാണാണ്ട് ചിലപ്പോൾ ABC എന്നൊക്കെ കാണും ബുക്കിൽ. അജയ് കുമാറിൻ്റെ ബുക്കിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഇതിൽ A എന്ന് പറയുന്നത് നമ്മൾ TVEനെ ആണ് നമ്മൾ A എന്ന് പറയാമെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. നമ്മുടെ ഇക്വേഷനിൽ TVE എന്ന് എഴുതുന്നിടത്ത് A എന്ന് എഴുതും. അതുപോലെ n × 18 - A. ഈ TVE കണ്ടുപിടിച്ച് നമ്മൾ n × 18 എന്നാണല്ലോ കുറയ്ക്കുക. അപ്പോൾ TVE എന്ന് പറയുന്നതാണ് A. n × 18 - A എന്ന് പറയുന്ന ആ ടേമാണ് B.
ലാസ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ B/2 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ TVE/N വെച്ച് നോക്കുകയാണെങ്കിൽ A/N ചെയ്താലും നമുക്ക് ഒരു മെറ്റലിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ രണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ എഴുതാം. അതല്ല AB വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇതിൽ A എന്ന് പറയുമ്പോൾ Fe2CO9 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിൽ കുറച്ച് നോട്ടുകളുണ്ട്. അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞ MNൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നില്ല, M2CO10ൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഫിഗർ വരച്ച് നോക്കണം. MN സിംഗിൾ നമുക്ക് എത്ര കിട്ടിയ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് നമുക്ക് 1 ആണ് കിട്ടിയത്. അപ്പോൾ മാംഗനീസ് 2 എണ്ണം വരയ്ക്കുക. അത് തമ്മിൽ ഒറ്റ ബോണ്ടേ ഉള്ളപ്പോൾ ഒറ്റ ബോണ്ട് രണ്ടിൻ്റെയും ഇടയിൽ കൂടെ വരയ്ക്കുക. ഇനി എന്താണുള്ളത്? CO10 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 5 ഇപ്പുറത്തും വരച്ചു. അങ്ങനെ നമുക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 17 കിട്ടണം അല്ലേ? ഇപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ മെറ്റൽ എന്ന് പറയുന്നത് 17 ആണ് കിട്ടേണ്ടത്. നമുക്ക് 17 ആണല്ലോ കിട്ടിയത്. അപ്പോൾ 17 ഉണ്ടോ നോക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ടെർമിനൽ നമ്മളിപ്പോൾ ഇതൊക്കെ അറിയുണ്ടാവും എന്ന് വിചാരിക്കും. ടെർമിനൽ കാർബണിൽ, ബ്രിഡ്ജഡ് കാർബണിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ടെർമിനൽ കാർബണിൽ എന്ന് പറയുമ്പോൾ അറ്റത്ത് നിൽക്കുന്നതാണ്, ഒരു മെറ്റലിലേക്ക് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ബ്രിഡ്ജിനാണെങ്കിൽ എന്ത് വരും? ബ്രിഡ്ജിൻ്റെ എക്സാമ്പിൾ ഇതുപോലത്തെ വരും. ബ്രിഡ്ജഡ് ആകുമ്പോൾ ഒരു കാർബണിൽ 2 മെറ്റൽ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് പോലെ നിൽക്കും. അതിനെ നമ്മൾ ബ്രിഡ്ജഡ് കാർബണിൽ എന്ന് പറയും. അതിൽ അറ്റത്ത് നിൽക്കുന്ന കാർബണിലാണെങ്കിൽ അതിനെ എന്ത് പറയും? ടെർമിനൽ കാർബണിൽ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ടെർമിനൽ ഉണ്ടോ ബ്രിഡ്ജ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ഫിഗർ വരച്ച് നോക്കണം. അപ്പോൾ ഇതിൽ മെറ്റൽ ബോണ്ട് നമുക്ക് 1 ആണ് കിട്ടിയത് കൊണ്ട് എമ്മിൻ്റെ ഇടയിൽ 1 വരച്ചു. ഇനി നമുക്ക് TVE/N ചെയ്തപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ മെറ്റൽ കിട്ടിയപ്പോൾ നമുക്ക് 17 കിട്ടിയിട്ടുണ്ടെന്ന്. 17 ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ എന്ത് വന്നു? കാർബണിൽ ഇവിടെ 1 2 3 4 5 എണ്ണമാണ്. അപ്പോൾ 5 × 2 10. മാംഗനീസിൻ്റെ ബാലൻസ് നമുക്ക് എന്ത് കിട്ടി? 5 + 2 7 കിട്ടി. 10 + 7 17 ആണ് ഒരു മെറ്റലിലേക്കുള്ള ലിഗാൻഡിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ അത് ശരിയാണെന്ന് നോക്കണം. ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാർബണിൽ ബ്രിഡ്ജഡ് ആക്കിയിട്ട് വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ ശരിയാവും, 17 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടി. പിന്നെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ബ്രിഡ്ജഡ് കാർബണിൽ 1 ആണ് എഴുതിയേക്കണം, 0 ആണ്, തെറ്റ് എഴുതിയതാണ് കേട്ടോ. ബ്രിഡ്ജഡ് കാർബണിൽ 0, ടെർമിനൽ കാർബണിൽ 10, മെറ്റൽ ബോണ്ട് 1. അങ്ങനെയാണ് നമ്മളതിൻ്റെ കണ്ടുപിടിക്കുക. അതുപോലെ നമ്മളിവിടെ നിക്കൽ ടെട്രാ കാർബണിലിൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിക്കലിൻ്റെ എത്രയാണ് വരിക? അറ്റോമിക് നമ്പർ 28 ആണ് വരിക. പ്ലസ് 28 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3D8 4s2. അപ്പോൾ 8 + 2 10 ആണ് മെറ്റലിൻ്റെ വരിക. ലിഗാൻഡ് ഇവിടെ കാർബണിലാണ്. അപ്പോൾ എന്ത് വന്നു? 4 ആണ് ഉള്ളത്. അപ്പോൾ 4 × 2 8 വരും. അപ്പോൾ 10 + 8 18 ഇലക്ട്രോൺ കിട്ടും. അത് 18 ഇലക്ട്രോൺ ആയതുകൊണ്ട് 18 വരുമ്പോൾ നമുക്ക് എന്താ? 18 വന്നു കഴിഞ്ഞാൽ അത് 18 ആണ്. TVE ആണ് 18. നമ്മൾ N × 18 നിന്ന് TVE കുറയ്ക്കുമ്പോൾ N ഇവിടെ 1 ആണ്, ഒരു നിക്കലല്ലേ ഉള്ളൂ. അപ്പോൾ 1 × 18 - 18 അവിടെ 0 കിട്ടി. അതിൻ്റെ അർത്ഥം മെറ്റൽ ബോണ്ട് അവിടെ 0 ആണ്. അതായത് അവിടെ ഒരു നിക്കലല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മെറ്റൽ ബോണ്ട് അവിടെ വരില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക സ്ട്രക്ചർ. ഇനി അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങളത് എല്ലാതും ചെയ്ത് നോക്കണം. ഏത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ എഴുതിയിട്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരെണ്ണം കൂടെ വേണമെങ്കിൽ പറയാം. CO2 CO8. അതിൽ ആദ്യത്തെ CO എന്ന് പറയുന്നത് കൊബാൾട്ടും, 2 ഉള്ളത് കൊബാൾട്ടും 8 ഉള്ളത് കാർബണിലാണ്, മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതിൽ കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ നോക്കുമ്പോൾ നമുക്ക് 27 കിട്ടും. അപ്പോൾ 3D7 4s2 എന്ന് പറയുമ്പോൾ 7 + 2 9 കിട്ടും. അപ്പോൾ TVE എന്ത് കിട്ടും? 2 × 9, 2 കൊബാൾട്ടാണുള്ളത്. അപ്പോൾ 2 × 9 + 2 × കാർബണിൽ 8 എണ്ണമാണ്, 2 × 8. അപ്പോൾ എന്ത് കിട്ടി? 18 + 16 34 കിട്ടി. ഇനി N × 18 - TVE/2 ചെയ്യുമ്പോൾ ഇവിടെ കൊബാൾട്ട് 2 ആയതുകൊണ്ട് 2 × 18 - 34/2 നമുക്ക് 1 കിട്ടും. അപ്പോൾ അതിൽ ഒരു മെറ്റൽ ബോണ്ട് ഉണ്ടെന്ന് കിട്ടി. ആ ദിവസം നമ്മൾ എന്ത് ചെയ്തു? ഫിഗർ വരച്ച് നോക്കി. അപ്പോൾ CO ഈ നടുക്കത്തെ CO ഈ COയും എന്താണ്? കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അത് തമ്മിലുള്ള ബോണ്ട് നമ്മൾ 1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബാക്കി കൊബാൾട്ട് നമുക്ക് 8 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താ നോർമലി ചെയ്യുക? ഈ ഒരു കോബാൾട്ടിൻ്റെ അടുത്ത് 4 എണ്ണം വരയ്ക്കും. ഈ ഒരു കോബാൾട്ടിൻ്റെ അപ്പുറത്ത് 4 എണ്ണം ടെർമിനൽ കാർബണിലായിട്ട് വരയ്ക്കും. അപ്പോൾ എന്ത് പറ്റും? അതിന് നമ്മൾ എന്ത് ചെയ്യണം? TVE/N കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? TVE നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 34/2.
2 കൊബാൾട്ടാണുള്ളത്, അപ്പോൾ 17 കിട്ടും. അപ്പോൾ ഇങ്ങനെ 4 4 വയ്ക്കുന്ന സമയത്ത് 2 4 6 8 പ്ലസ് കൊബാൾട്ടിൻ്റെ എത്ര കിട്ടി? 9. കൊബാൾട്ടിൻ്റെ 9. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു എക്സെപ്ഷൻ കേസാണുള്ളത്. ഇവിടെ എന്ത് വരുന്നുണ്ട്? ബ്രിഡ്ജ്ഡ് കാർബണിലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സൈഡിൽ 4 എണ്ണം വരയ്ക്കാം, മറ്റേ സൈഡിൽ 4 എണ്ണം വരയ്ക്കാം. പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത? ഇത് നിങ്ങൾ ഈ മോളിക്യൂൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് 8 ഇലക്ട്രോൺ റൂളുണ്ട്, അപ്പോൾ പഠിക്കുന്നതാണ്. ഇതൊരു എക്സെപ്ഷൻ കേസാണെന്നുള്ളത്. എന്താണ് പ്രത്യേകത? ഇവിടെ 2 ബ്രിഡ്ജ്ഡ് കാർബണിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എന്ത് വന്നു? 2 4 6 9 + 6 15 16. ബ്രിഡ്ജ്ഡ് ആകുമ്പോൾ എന്താ പ്രത്യേകത? അതറിയില്ലോ. ടെർമിനൽ കാർബണിലാണെങ്കിൽ 2 ആണ് കോൺട്രിബ്യൂഷൻ, ബ്രിഡ്ജ്ഡ് കാർബണിലാണെങ്കിൽ 1 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? കറക്റ്റായിട്ട് ഇവിടെ 17 കിട്ടും ഒരെണ്ണത്തിലേക്ക്. 2 4 6 ഇതിൻ്റെ 9. അപ്പോൾ എത്ര കിട്ടി? 10 11 13 15 16 ഒരു ബ്രിഡ്ജിൻ്റെ, 17 അടുത്ത ബ്രിഡ്ജിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 17 കിട്ടി. അപ്പോൾ നമുക്ക് 2 തരത്തിലും വരയ്ക്കാം, പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ ശരിക്കും ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാറുണ്ട്. കണ്ട, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ ഇതാണ് ശരി. അപ്പോൾ അത് പഠിച്ച് വെക്കണം. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. Fe2CO9 ഇതുപോലത്തെ ഒരു എക്സെപ്ഷണൽ കേസാണ്. നമുക്ക് ബ്രിഡ്ജ്ഡ് വരുന്നുണ്ട്. അത് ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ സൈസ് താഴേക്ക് പോകും തോറും എന്ത് ചെയ്യും? ബ്രിഡ്ജിങ് കൂടുകയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക. അപ്പോൾ അയൺ ആണെങ്കിൽ എന്താ ചെയ്യുക? ബ്രിഡ്ജിങ് വന്നു, മുകളിലാണല്ലോ ഉള്ളത്. അയണിൻ്റെ താഴെ റുദീനിയം, താഴെ ഓസ്മിയം. അപ്പോൾ ഓസ്മിയം വരുന്തോറും ബ്രിഡ്ജിങ്ങിൻ്റെ പോസിബിലിറ്റി കുറയാണ് ചെയ്യുക, അയണിൻ്റെ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അയണിൻ്റെ ബ്രിഡ്ജിങ്ങിൻ്റെ പോസിബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ 2 സ്ട്രക്ചർ പോസിബിൾ ആവും. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ കാൽക്കുലേറ്റ് ചെയ്താൽ അപ്പോൾ ഇതായിരിക്കും അതിൽ കറക്റ്റ്. ഓസ്മിയ ആയിരുന്നെങ്കിൽ ബ്രിഡ്ജിങ് ഇല്ലാത്തതായിരിക്കും കറക്റ്റ്. ഓസ്മിയത്തിൻ്റെ അതുപോലെ നമ്മളിപ്പോൾ ഡൈന്യൂക്ലിയർ ആണ് പഠിച്ചത്. 2 മെറ്റൽ ആറ്റം ഉള്ളതാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് ട്രൈന്യൂക്ലിയർ ഉള്ളതുകൊണ്ട് അതാണ് ഓസ്മിയത്തിൻ്റെ എക്സാമ്പിൾ. മിക്കവാറും ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓസ്മിയത്തിന് എന്താ പ്രത്യേകത? ബ്രിഡ്ജഡ് ഇല്ലാതെ നമ്മൾ കൂടുതലായിട്ടും ടെർമിനൽ കാർബണിൽസ് ആണ് ഉണ്ടാവുക. അതും ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. N=3 വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് നോക്കണം. പിന്നെ അതിൽ എക്സെപ്ഷൻ ഉള്ള ഒരു കേസാണ് ഈ ബട്ടർഫ്ലൈ സ്ട്രക്ചർ. 4 ഇപ്പം നമ്മൾ ട്രൈ പറഞ്ഞ പോലെ ടെട്ര വരുന്ന സമയത്ത് ഇതൊക്കെ പഠിക്കണം കേട്ടോ. CO4 CO12 ഞാൻ എല്ലാം പറയുന്നില്ല, പക്ഷെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ മെറ്റൽ ബോണ്ടിൻ്റെ കാൽക്കുലേഷൻ വഴിയാണ് ചെയ്യുക. പിന്നെ അതിൽ 2 സ്പെഷ്യൽ കേസുകളാണ്. ബട്ടർഫ്ലൈ ക്ലസ്റ്റർ 4 എണ്ണം നമ്മൾ ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്നത്. പ്ലാനാർ ക്ലസ്റ്റർ ഒരു ക്വാഡ്രിലേറ്ററൽ പോലെ, ഡയഗണലുള്ള ക്വാഡ്രിലേറ്ററൽ പോലെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് LNCCയുടെ കാൽക്കുലേഷൻ. ഇതേ സംഭവം തന്നെയാണ് ഈ നോട്ടിലുള്ളത്. പിന്നെ ഇതിലൊരു ഹൈഡ്രിഡോ കോംപ്ലക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഓസ്മിയത്തിൻ്റെ H2OS3CO10 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. ഇതും ചോദിക്കാറുണ്ട്. ഇതിൻ്റെ മെറ്റൽ ബോണ്ട് കാൽക്കുലേഷൻ നമുക്ക് 2 ആണ് കിട്ടുക. അങ്ങനത്തെ ടെട്ര വരുമ്പോഴാണ് ഇങ്ങനത്തെ സ്ട്രക്ചറുകൾ വരിക. അപ്പോൾ അത് ചോദിക്കാറുണ്ട്, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം. അതുപോലെ നമ്മുടെ ഈ ഒരു ബുക്കിലും അത്യാവശ്യം എക്സ്പ്ലനേഷൻ ഉണ്ട്. LNCCക്കും HNCCക്കും വേറെ വേറെ കാൽക്കുലേഷൻ മെത്തേഡാണുള്ളത്. കണ്ടോ, ഇതാ ഈ ബുക്കിലും ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ അയച്ചിട്ട് തരാം. ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. ഡൈന്യൂക്ലിയർ, ട്രൈന്യൂക്ലിയർ വരുന്ന കേസുകൾ ഇങ്ങനെയാണ്. സ്ട്രക്ചർ എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. സ്ട്രക്ചറുള്ള ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ ഈ നോട്ടിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വരിക. അതായത് ഇതിലെല്ലാത്തിലും സെയിം സാധനം തന്നെയാണ്, പക്ഷെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അത്രയാണ് LNCC വരിക. മെറ്റൽ ബോണ്ട് കാൽക്കുലേഷൻ എന്തായാലും ചോദിക്കും. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.